ഇല്ല, പെട്ടെന്ന് ഒരു അറസ്റ്റായിരുന്നു. ആ വാർത്ത കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കേരള പോലീസിന്റെ കഴിവിൽ ഞാൻ അങ്ങ് അത്ഭുതപ്പെട്ടു പോയി. കാരണം ഈ വീഡിയോ എത്ര പേര് കാണും, എത്ര പേര് സ്കിപ്പ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്റെ മനസാക്ഷിയോട് എനിക്ക് പറയണമെന്ന് തോന്നിയ കാര്യം പറഞ്ഞു എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ 2 ദിവസം മുന്നേ കണ്ട വാർത്തയാണ് ആലപ്പുഴയിലെ ഒരു സ്ത്രീയുടെ കൊലപാതകത്തിൽ ഒരു 68 വയസ്സുകാരൻ വൃദ്ധനായിട്ടുള്ള അബൂബക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അടുത്ത ദിവസം തന്നെ പോലീസ് പറയുന്നു അയാളല്ല പ്രതി, അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഈ അറസ്റ്റ് ചെയ്ത ദിവസം നമ്മുടെ ന്യൂസ് മീഡിയസിൽ വന്ന വാർത്തകൾ ഞാൻ പറയാം. ഡിവൈഎസ്പി ഒക്കെ വന്ന് പറഞ്ഞു ഇവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. അതായത് മരണപ്പെട്ട സ്ത്രീയും ഈ പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട അബൂബക്കർ, അത് നമ്മൾ കോടതിയാണ് പറയേണ്ടത് ഒരാൾ പ്രതിയാണോ അല്ലയോ എന്ന് പറയേണ്ടത്, പോലീസോ മാധ്യമങ്ങളോ അല്ല, കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഒരാൾ പ്രതിയാണോ അല്ലയോ എന്നുള്ളത്. ഇവർ പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട അബൂബക്കറും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. ആ സ്ത്രീക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ടും ഇവർ തമ്മിൽ അദ്ദേഹം അവരെ ഫോഴ്സ് ചെയ്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ അവർ മരണപ്പെടുന്നു. പോലീസിനെ വഴിതെറ്റിക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ മുളകുപൊടി വിതറി രക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. യാതൊരു സാക്ഷ്യം, ഒരു പ്രാഥമിക അന്വേഷണം പോലും നടത്താതെയാണ് പോലീസ് ഇത്തരം ഒരു കേസ് എടുത്തതാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം നെക്സ്റ്റ് ഡേ പോലീസ് മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തത്? 68 വർഷം മാന്യമായി ജീവിച്ചൊരു വ്യക്തിയാണ്, ഒരു സാധാരണ പൗരന്റെ അന്തസ്സാണ് ഇവിടുത്തെ മാധ്യമങ്ങളും പോലീസും ചേർന്ന് തകർത്തത്. ആ കുടുംബത്തിന്റെ അഭിമാനമാണ്. ആ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അവരനുഭവിച്ച മാനസിക വേദനയ്ക്ക് പോലീസിനും കോടതിക്കും ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്കും എന്ത് പകരം കൊടുക്കാൻ പറ്റും? ഇവിടുത്തെ മാധ്യമങ്ങളാണ് സത്യമെന്തെന്നോ തെളിവുണ്ടെന്നോ ഒന്നും നോക്കുന്നില്ല. അവർക്കൊരു വാർത്ത കിട്ടിയാൽ ഒരുമാതിരി ഇറച്ചി കഷ്ണം കണ്ട തെരുവ് പട്ടികളെ പോലെ ചാടി ആക്രമിക്കാൻ നിൽക്കുകയാണ് അവര്. ഈ മരണപ്പെട്ട സ്ത്രീയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ചോ, മെഡിക്കൽ റിപ്പോർട്ട്സ് പരിശോധിച്ചോ, സാക്ഷിമൊഴി പരിശോധിച്ചോ, ഒന്നുമില്ല. പെട്ടെന്ന് ഒരു അറസ്റ്റായിരുന്നു. ആ വാർത്ത കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കേരള പോലീസിന്റെ കഴിവിൽ ഞാൻ അങ്ങ് അത്ഭുതപ്പെട്ടു പോയി. കാരണം കൊലപാതകം നടന്ന് വെറും ആഴ്ചകൾ പോലും തികഞ്ഞതിന് മുന്നേ പോലീസ് പ്രതി അറസ്റ്റ് ചെയ്തു. തെളിവ് എന്താ? പ്രതി കുറ്റം സമ്മതിച്ചു. പ്രതി എന്ന് ആരോപിക്കപ്പെട്ട അബൂബക്കർ കുറ്റം സമ്മതിച്ചു. ഒരു 68 വയസ്സുകാരൻ വൃദ്ധന് ഈ കേരള പോലീസിന്റെ മസിൽ മുന്നിൽ എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ പറയുന്നത്? അദ്ദേഹം ഭയന്ന് പറഞ്ഞു കാണും, അദ്ദേഹം പറയിപ്പിച്ച് കാണും. മതി.